നമസ്കാരം. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ പൊതുജനാരോഗ്യ പ്രവർത്തനം നടത്തുന്ന ആശാ പ്രവർത്തകർ നടത്തുന്ന അതിജീവന സമരം ഇന്ന് 17ാമത്തെ ദിവസമാണ്. ഏറ്റവും അടിസ്ഥാന ആവശ്യം ഓണറേറിയത്തിലെ വർധനവാണ്. ഈ സമരത്തോട് സർക്കാർ അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്നവരെ സർക്കാർ അനുകൂല സംഘടനകൾ അധിക്ഷേപിക്കുക കൂടിയാണ്. ഈർക്കിൽ സംഘടനകളുടെ സമരം എന്നാണ് CITU നേതാവ് എളമരം കരീം ഏറ്റവും പുതുതായി ഇന്ന് ഈ സമരത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അരാജക സംഘടനകളുടെ സമരം എന്ന് തുടങ്ങി പാട്ടകൊട്ടി പിരിവ് വരെയുള്ള അധിക്ഷേപ പദങ്ങൾ കൊണ്ട് ഒരു അതിജീവന സമരത്തെ അധിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലാണ്. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം ഈ സമരത്തിന്റെ സമഗ്രമായ വശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ നിന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം. എന്തുകൊണ്ട് ഈ സമരത്തിന് നേരെ സർക്കാർ കണ്ണടിക്കുന്നു? എന്തുകൊണ്ട് ഈ സമരത്തെ അധിക്ഷേപിച്ച് ഒരു അതിജീവന സമരത്തെ പരിഹാസ്യമായ നിലയിൽ അവതരിപ്പിക്കാൻ ഭരണാനുകൂല സംഘടനകൾ സന്നദ്ധരാവുന്നു? സമരത്തോട് എന്തുകൊണ്ടാണ് ഇത്ര പുച്ഛം എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ ശ്രീമതി MA ബിന്ദു, ഈ സമരസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺവീനറാണ്. ശ്രീമതി ഷീജ സമരസമിതിയെ പ്രതിനിധീകരിച്ചു. ഒപ്പം ശ്രീമതി KG താര ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. അതിന്റെ പേരിൽ ഇന്ന് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഒപ്പം CITUവിനെ പ്രതിനിധീകരിച്ച് ശ്രീ KN ഗോപിനാഥ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ K സോമൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി MA ബിന്ദു, ഇത് 17ാമത്തെ ദിവസം സമരം എത്തുമ്പോഴും ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുഭാവപൂർണമായ സമീപനം ഇല്ല എന്ന് മാത്രമല്ല, സമരം അധിക്ഷേപിക്കപ്പെടുകയാണ്. ഈർക്കിലി സംഘടനയുടെ സമരം എന്ന് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് എളമരം കരീം ഇന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇത് ഈർക്കിലി ആയാലും ഒരു വടവൃക്ഷമായാലും സമരത്തിന്റെ ആവശ്യം എന്നുള്ളത് പരമപ്രധാനമാണല്ലോ. അതിനോട് നല്ല സമീപനം ഉണ്ടാകും വരുന്ന ദിവസങ്ങളിലെങ്കിലും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ആകാതെ പാടില്ലല്ലോ. നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളുടെ ന്യായയുക്തത കൊണ്ട് അത് തീർച്ചയായും അംഗീകരിക്കപ്പെട്ടേ മതിയാവും. പിന്നെ മറ്റൊന്ന്, ഈ അധിക്ഷേപങ്ങളൊന്നും ഞങ്ങളങ്ങനെ കണക്കിലെടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇതുപോലെയുള്ള ഏറ്റവും തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഒരു തൊഴിലാളി സമരത്തെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വില കുറവുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു ഖേദകരമായ കാര്യമാണ്. നമുക്കിപ്പോൾ നമ്മുടെ അംഗബലം കൂടുതലാണെന്നോ കുറവാണെന്നോ കാണിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും അവകാശവാദം ഉന്നയിക്കാനില്ല. നമ്മുടെ ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഡിമാൻഡുകൾ അംഗീകരിച്ച് കിട്ടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ആരംഭിച്ചത്. എന്ത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും അതിലൊന്നും വീഴാതെ, എന്ത് തരത്തിലുള്ള ശിക്ഷാ നടപടികളുണ്ടായാലും അതൊന്നും ഭയക്കാതെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരഭൂമിയിലുണ്ടാകും. ശ്രീമതി ഷീജ, ഈ സമരം അനാവശ്യമാണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളതാണ് ഭരണാനുകൂല സംഘടനകൾ പറയുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന ഓണറേറിയം ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സ്കീം വർക്കേഴ്സാണ്. അവർക്ക് ഉള്ള ഓണറേറിയത്തിൻ്റെ 40% സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. കേന്ദ്ര സർക്കാരിനാണ് പരമമായ ഉത്തരവാദിത്വം. കേന്ദ്ര സർക്കാർ ഓണറേറിയം ഉയർത്തണമെന്ന് ആവശ്യപ്പെടാതെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് വാദം. എന്താണ് അതിൻ്റെ മറുപടി? ഞങ്ങൾ ജോലി ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിലാണ്. ഈ കേരളത്തിലെ നാട്ടുകാർക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ വിഹിതം ഒരു ഓണറേറിയം എന്ന് പറയുന്നത് ഡെയിലി 232 രൂപ വീതം, ഒരു മാസം 7000 രൂപയാണ് ഞങ്ങളുടെ പ്രതിമാസ ഓണറേറിയം. മാത്രമല്ല, ഈ ഓണറേറിയം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും 232 രൂപ കൊണ്ട് ഒരു കുടുംബം പോറ്റാൻ കഴിയുമോ? അതൊരിക്കലും സാധ്യമല്ല. ഞങ്ങൾക്ക് ഈ ഓണറേറിയം വേണ്ട, ഇൻസെൻറ്റീവും വേണ്ട. ഞങ്ങൾക്ക് പ്രതിമാസം 21,000 രൂപയായി ഞങ്ങളുടെ ആശാ ഓണറേറിയം ഉയർത്തുക. അപ്പോൾ ഇവിടെ ശമ്പളം ചോദിക്കുമ്പോൾ കേന്ദ്രം തരണം. ഞാൻ നേരത്തെ പേര് തെറ്റിയാണ് പറഞ്ഞത്, ശ്രീമതി KP റോസമ്മ, ക്ഷമിക്കണം. അതെ, അല്ല, ഇത് ഇപ്പൊ ഒന്ന് തൊഴിലാളികൾ എന്ന് പറയുമ്പോഴും ശരിയാണ്, നിങ്ങൾ എടുക്കുന്നത് തൊഴിലാണ്. അതേസമയം തന്നെ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഇതൊരു സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ്. അപ്പോൾ ഈ സ്കീമിലെ വളണ്ടിയേഴ്സ് അല്ലെങ്കിൽ അതിലെ സന്നദ്ധ പ്രവർത്തകർ, ആക്ടിവിസ്റ്റ് എന്നാണ് ഈ എന്താ പറയുക, ആശയുടെ കഴിഞ്ഞിട്ടുള്ള A വരുന്നത് ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ആ നിലയിൽ ഓണറേറിയം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ സങ്കല്പം. ഇന്ത്യയിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമായി കേരള സർക്കാരിന് കഴിയുന്ന ഒരു കാര്യമാണോ ഈ പറഞ്ഞ തൊഴിലാളി എന്ന പരിഗണനയിലുള്ള കൂലി? സന്നദ്ധ പ്രവർത്തകരാണെങ്കിൽ
സന്നദ്ധപരമായിട്ടുള്ള ജോലിയല്ലേ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓണറേറിയത്തിന് ആനുപാതികം നിശ്ചയിച്ചിട്ടുണ്ടോ? അപ്പം ഞങ്ങൾ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് 24 മണിക്കൂറും ഞങ്ങൾക്ക് ജോലിയാണ്. ആ അവസരത്തിൽ ഞങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണ്ടേ? മാത്രമോ, ഞങ്ങൾ കഴിഞ്ഞ 18 വർഷമായി ഈ പൊതുജന ആരോഗ്യ രംഗത്തുണ്ട്. അപ്പോൾ 18 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഞങ്ങളെ ഇതുവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലേ? പിന്നെ ഞങ്ങൾ കേരള സംസ്ഥാനത്തല്ലേ ജോലി ചെയ്യുന്നത്? അപ്പോൾ പ്രതിമാസം ഞങ്ങൾക്ക് ഓണറേറിയമായിട്ട് തരുന്നത് ഡെയിലി 232 രൂപ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ജോലിക്ക് കൂലി ചോദിക്കുന്ന സമയത്താണോ ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ശരി, ശ്രീമതി താര ഒരുപാട് ചർച്ചകളിൽ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലല്ല, എക്സ്പേർട്ട് എന്നുള്ള നിലയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ ആദ്യമായി പങ്കെടുക്കുന്ന ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് വന്ന വാർത്ത അതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യത്തെ പോലീസ് കേസായിരിക്കും തോന്നുന്നു. ആദ്യത്തെ പോലീസ് കേസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കണം എന്ന് തോന്നിയത്? ഞാൻ കാണുന്നത് വളരെ ലളിതമായ ഒരു വിശകലനമാണ്. അതായത്, നമ്മൾ തുലനം ചെയ്യുന്നത് ആശാ വർക്കർമാരുടെ വേതനവും ഈ പുതിയ കാറുകൾ വാങ്ങിക്കാനായിട്ട് സർക്കാർ മാറ്റിവെച്ച 100 കോടി രൂപയോ അല്ലെങ്കിൽ PSC മെമ്പർമാരുടെ ഈ 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ച ഒരു തുകയോ ആണ് ഇതുമായിട്ട് നമ്മൾ തുലനം ചെയ്യുന്നത്. ആ തുലനത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മിനിമം കാര്യം ഇപ്പോൾ പറയുന്നല്ലോ, കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഈ ഫണ്ട് വരേണ്ടത് എന്നുള്ള വാദമാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത്. അവിടെ വീണ്ടും ഞാൻ ചോദ്യം ഉയർത്തുന്നത്, നമുക്ക് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭരണാനുകൂല ഒരു പാർട്ടി എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം? ഇവരോട് മാന്യമായ ഭാഷയിൽ പറയാം, ഞങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വരേണ്ടത്, നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നുള്ളൊരു വാക്ക് ഒന്നുകിൽ പറയാം. അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഈ 100 കോടി രൂപ മാറ്റി വെച്ച് ഏതിലാണ് മുൻഗണന എന്നുള്ള ഒരു ചോദ്യം, അവിടെ ന്യായമായൊരു ചോദ്യം അവിടെ വരുമല്ലോ. ആ 100 കോടി രൂപ നമ്മൾ കാറ് വാങ്ങുന്നതിനാണോ കൊടുക്കേണ്ടത്, അതോ 2 ലക്ഷം രൂപ പോരാതെ നമ്മൾ 4 ലക്ഷത്തിലേക്ക് ആക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ, ഇവർ 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. PSC മെമ്പർമാരോ ആരെങ്കിലും അങ്ങനെ വേറെ ഉദ്യോഗസ്ഥർ അങ്ങനെ വർക്ക് ചെയ്യുന്ന എനിക്കറിയില്ല. അപ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ആദ്യം ഇവരുടെ ഈ മിനിമം വേജസ് ആക്ട് നിലവിലുള്ള സംസ്ഥാനമാണിത്. 700 രൂപ അവരുടെ അടിസ്ഥാന വേതനമാണ്. അത് വെച്ച് കണക്കാക്കുമ്പോൾ 21,000 രൂപ വരും. അത് ആദ്യം കൊടുത്തുകൊണ്ട് അവരോടൊരു വാക്ക് പറയാം, നമുക്കൊരുമിച്ച് ഇത് നമുക്ക് കൊടുക്കാൻ, സ്ഥിരമായിട്ട് തരാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, സർക്കാർ ബുദ്ധിമുട്ടിലാണ്, കേന്ദ്രത്തിനോട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം എന്നൊരു മാന്യമായ ഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവരെ ചേർത്ത് പിടിക്കുന്നതിന് തുല്യമാണ്. അതിന് പകരം അധിക്ഷേപിക്കുന്ന ഈ വാക്കുകൾ എനിക്ക് അത്ഭുതമുണ്ടാക്കുന്നു. കാരണം ഒരു അടിസ്ഥാന വർഗ പാർട്ടി ഭരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഈ ആശാ വർക്കർമാരുടെ ജോലി നമ്മൾ മാന്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അവർ നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് സംഭാവന ചെയ്തു എന്ന് നമ്മൾ ഉറപ്പിച്ചു കാണുകയാണെങ്കിൽ, അവരുടെ ശമ്പള വർധനവിന് ഞങ്ങളും കൂടെ നിൽക്കാമെന്നുള്ള ഒരു ആശ്വാസ വാക്കല്ലേ പറയേണ്ടത്. അതിന് പകരം ഈ രീതിയിലുള്ള അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കുന്നതും ഈ സമരത്തെ തകർക്കാൻ നോക്കുന്നതും ഈ രീതിയിൽ ഇങ്ങനെ പോലീസ് കേസ് എടുക്കുന്നതും തികച്ചും അന്യായമാണ്. അതുകൊണ്ട് പൂർണ്ണമായ പിന്തുണ എൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരത്തോടൊപ്പം ഇനിയുള്ള കാലം വരെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശ്രീമതി ബിന്ദു, കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ആശാ വർക്കർമാരുടെ ഒരു വലിയ സമരമുണ്ടായിരുന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളും ആശാ വർക്കർമാരെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ വോളണ്ടിയർമാർ എന്നുള്ള നിലയിൽ ഇതൊരു സ്റ്റേറ്റ് സ്പെസിഫിക് വിഷയം എന്നുള്ളതിനേക്കാൾ ഒരു നേഷൻ സ്പെസിഫിക് വിഷയമല്ലേ? എന്തുകൊണ്ടാണ് അതിനെ ആ തരത്തിൽ നിങ്ങളുടെ സംഘടന എടുക്കാത്തത്, ആ നിലയ്ക്കുള്ളൊരു സമരം നടത്താത്തത്? ഇവിടെ റോസമ്മ ചേച്ചി പറഞ്ഞതുപോലെ ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും ഈ ആശാ വർക്കർമാർ തൊഴിലെടുക്കുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായും അവരുടെ സേവനത്തെക്കുറിച്ചും വേതനത്തെക്കുറിച്ചും ഒക്കെ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. കാരണം NHMന്റെ ഫണ്ട് ബൾക്ക് ഫണ്ടാണ്.
ആ ഫണ്ട് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കാതെ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം തരുന്നത് എന്നാണല്ലോ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ നമുക്കത് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരിനോട് ആടാണ്. പിന്നെ മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഞങ്ങളും സമരം നടത്തുന്നുണ്ട്. സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ തലത്തിലുള്ള ഒരു ഫെഡറേഷനിൽ അഫിലിയേറ്റഡ് ആണ് ഞങ്ങളും അഖിലേന്ത്യാ തലത്തിൽ പാർലമെൻറ്റ് മാർച്ച് അടക്കം നിരവധി സമരപരിപാടികൾ എടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റിന് മുമ്പായി നമ്മൾ പാർലമെൻറ്റിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ 17 വർഷമായിട്ട് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല, അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവിടെയും സമരം നടത്തുന്നുണ്ട്. മറിച്ച് നമുക്ക് ഓണറേറിയം തരിക എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ആവശ്യപ്പെടുന്നത്. പിന്നെ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 2020 മുതൽ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് 3 ലക്ഷം രൂപ. അത് റിവൈസ് ചെയ്ത് 5 ലക്ഷമാക്കി 2024. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കാമല്ലോ ഈ ഫണ്ടിൽ നിന്നും എങ്ങനെ ആശാവർക്കർമാർക്ക് ഇത് കൊടുക്കാമെന്നുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കാമല്ലോ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും ആശമാരുടെ സേവനം ഈ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നമ്മൾ ചോദിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്. ശരി, ശ്രീ കെ സോമൻ, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആശാ വർക്കർമാരുടെ ഓണറേറിയം ഉയർത്താത്തത്? നോക്കൂ, വളരെ തുച്ഛമായ തുകയാണ് ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ ഒരല്പം ആശ്വാസമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ദൈനംദിന ചെലവിന് ഉതകുന്ന തരത്തിലുള്ള പണമല്ല അത് എന്ന്. ആശാ വർക്കർമാരുടെ ഓണറേറിയം പ്രതിമാസം 10,000 രൂപയെങ്കിലും ആക്കി ഉയർത്തിയാൽ, ബാക്കി ഷെയർ സംസ്ഥാനങ്ങൾ കൂടി ഉയർത്തിയാൽ അവർക്ക് മാന്യമായ വേതനം കൊടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാത്തത്? ശ്രീ അഭിലാഷേ, ഈ വിഷയം നമ്മൾ കഴിഞ്ഞ സൗണ്ട് ലാഗ് ചെയ്യുന്നുണ്ടെന്നും കുറച്ച് ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആശാ വർക്കറുടെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി ഈ മാസം 7-ാം തീയതി അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? ഒരു സന്തോഷ വാർത്ത നമ്മുടെ നാടിനെ അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. എന്തായിരുന്നു ആ സന്തോഷ വാർത്ത? നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചിരുന്ന ധനഞെരുക്കത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനം മോചിതമായിരിക്കുന്നു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഞെരുക്കത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനം മോചിതമായി എന്ന സന്തോഷ വാർത്ത നമ്മുടെ സംസ്ഥാനത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളത്തിലെ ജനതയെ അറിയിച്ച ധനകാര്യമന്ത്രി ഈ സമരത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? വളരെ പുച്ഛത്തോടെ, ഏറെ അവജ്ഞയോടെ, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ് സംസ്ഥാന ധനകാര്യമന്ത്രിയുടെയും സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെയും CITU നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന് ഈ സമരത്തിനെതിരായി വരുന്നത്. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് രാജ്യത്തെ ഈ സ്കീം വർക്കേഴ്സിന്റെ, ഈ ആശാ സ്കീമിൽപ്പെട്ട മുഴുവൻ വർക്കേഴ്സിന്റെയും ഓണറേറിയം കേന്ദ്ര സർക്കാർ ഉയർത്താത്തത് എന്നുള്ളതാണ്. കേരളം മാത്രമല്ലല്ലോ ഇന്ത്യയിലെ സംസ്ഥാനം. കേന്ദ്ര സർക്കാരിന് അതിൽ പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ മന്ത്രിമാർ പുച്ഛിക്കുന്നത് നിശിതമായ വിമർശനം അർഹിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്റെ ചോദ്യം, എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതൊരു പ്രയോറിറ്റിയായി കാണുന്നില്ല? എന്തുകൊണ്ടാണ് ആശമാരുടെ ഓണറേറിയം ഉയർത്തേണ്ടതാണ് എന്ന് സർക്കാർ ചിന്തിക്കാത്തത്? ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. എനിക്കൊരല്പസമയം തരണം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ആശാ വർക്കറുടെ സംഘടനകളുടെ നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ എല്ലാ മേന്മയുടെയും നേരവകാശികൾ ഈ ആശാപ്രവർത്തകന്മാരാണ്. സംസ്ഥാനം ഇന്ന് ആരോഗ്യ രംഗത്ത് നേടിയിട്ടുള്ള എല്ലാ പുരോഗതിയുടെയും നേരവകാശികൾ ഈ ആശാപ്രവർത്തകന്മാരാണ്. അത് കോവിഡിൻ്റെ കാലത്താണെങ്കിലും നിപ്പയുടെ കാലത്താണെങ്കിലും മറ്റു പകർച്ചവ്യാധികളുടെ കാലത്താണെങ്കിലും ഒരു ജനനം, ഒരു ഗർഭധാരണം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ അനവധി സന്ദർഭങ്ങളിൽ ഈ ആശാപ്രവർത്തകന്മാരുടെ നിഷ്ഠയോടെയുള്ള സേവനം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മറക്കാൻ സാധിക്കുന്നതല്ല. ആരോഗ്യ വകുപ്പിൻ്റെ മേന്മയുടെ പിൻബലം
ഈ ആശാപ്രവർത്തകന്മാരാണ്. അതുകൊണ്ടാണ് അവർ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അവരുടെ അവകാശങ്ങൾ ന്യായമാണ് എന്ന നിലപാട് BJP സ്വീകരിക്കുന്നത്. അങ്ങനോട് ചോദിക്കേണ്ട ചോദ്യം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ 2000 മുതൽ 3000 രൂപ വരെയാണ് കൊടുക്കുന്നത്. അത് ഉയർത്തുന്നതിനെ സംബന്ധിച്ച് സമരങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ആനുകൂല്യം വാങ്ങിക്കൊണ്ട് ഒരാളെ ഡൽഹിയിൽ കുടിയിരുത്തിയിട്ടുണ്ടല്ലോ ഈ സംസ്ഥാന ഗവൺമെന്റ്. ഇവിടെ PSC മെമ്പർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. CPIയുടെ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ ദിവാകരൻ പറയുന്നു, ല്ലോ രാജ്യവ്യാപകമായ സ്കീമല്ലേ. KV തോമസ് ചർച്ച നടത്തിയിട്ട് വേണ്ട ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KN ഗോപിനാഥ്, ഓണറേറിയം ഉയർത്താത്തത് എന്ത് എന്നുള്ള ചോദ്യം പിന്നീട് ചോദിക്കാം. അങ്ങൊരു തൊഴിലാളി സംഘടനയുടെ നേതാവാണല്ലോ. എളമരം കരീമും തൊഴിലാളി സംഘടനയുടെ നേതാവാണ്, അങ്ങയുടെ നേതാവാണ്. തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് ഒരു തൊഴിൽ സമരത്തോട്, തൊഴിലാളികളുടെ സമരത്തോട് ഇത്ര പുച്ഛം ആവശ്യമുണ്ടോ? എന്ന് മുതലാണ് നിങ്ങൾക്കൊക്കെ ഈ പാട്ടപ്പിരിവൊക്കെ അത്രയും അധിക്ഷേപകരമായ കാര്യമായി തോന്നി തുടങ്ങിയത്? അഭിലാഷേ, തൊഴിലാളി സമരങ്ങളെ സംബന്ധിച്ച് CITU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോ ഞാൻ മനസ്സിലാക്കുന്നതോടെ ഇന്ത്യയിലെ ഒരു സെൻട്രൽ ട്രേഡ് യൂണിയനോ INTUC ഉൾപ്പെടെ ഒരു BMS ഉൾപ്പെടെ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയ്ക്കും ഒരു പരമപുച്ഛവും ഇല്ല. ഞങ്ങളെല്ലാം ഈ കാര്യത്തിൽ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുമ്പിലും സംസ്ഥാന ഗവൺമെൻറ് ഓഫീസിലേക്കും ഭരിക്കുന്നത് ഇടതുപക്ഷമാണോ എന്ന് നോക്കാതെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും ഒക്കെ സ്ഥിരമായി സമരം ചെയ്യുന്നവരാണ്. ഇപ്പം ഈ സമരം ഇവർ ഒരു അൾട്ടിമേറ്റം ഗവൺമെൻറ്റിന് നൽകിക്കൊണ്ട് ഞങ്ങൾ മരിച്ചാലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞ ഈ വാശി കാണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിൽ സമരം നടത്തിക്കൊണ്ടാണ്. ഞങ്ങളിപ്പോൾ ഒരു സമരം വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശാവർക്കർമാരുടെ പ്രശ്നം ഈ 7000 രൂപ ഓണറിയം കിട്ടുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന അതർ ഇൻസെൻറ്റീവും മറ്റ് ഇൻസെൻറ്റീവും എല്ലാം കൂടി ചേർത്ത് 13,000 രൂപയോ 13,200 400 എത്രയാണോ അത് വേരിയബിളാണ്. കുറേയൊക്കെ അതർ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്. അത് കിട്ടുന്നതോടുകൂടി ഇവരുടെ സാച്ചുറേഷൻ ലെവലായി എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. നാളെ ഞങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും സമരം ചെയ്യേണ്ടി വരും. പക്ഷെ ഞങ്ങൾ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമായ ഞങ്ങളുടെ സമരം വേറെ സമരം എന്നൊക്കെ ഉണ്ടോ ശ്രീ KN ഗോപിനാഥ്? ഇപ്പോ അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് സമരത്തോട് പുച്ഛമില്ല എന്നാണ്. ഈർക്കിലി സംഘടനയുടെ സമരം എന്ന് സമരത്തെ ആക്ഷേപിച്ചത് CITU നേതാവാണ്, എളമരം കരീമാണ്. ഇത് അരാജക സംഘടനകളുടെ സമരം എന്ന് ആക്ഷേപിച്ചത് നിങ്ങളാണ്. അങ്ങനെ അരാജക സംഘങ്ങളുടെ സമരമെന്നും ഈർക്കിലി സംഘടനകളുടെ സമരമെന്നും ഒക്കെ ഒരു സമരത്തെ അധിക്ഷേപിക്കാൻ, അത് ഏത് സമരവുമാകട്ടെ എല്ലാ അതിജീവന സമരങ്ങളോടും ഐക്യപ്പെടണമല്ലോ. അതോ CITU നടത്തിയ സമരം മാത്രമേ സമരമായി എടുക്കുകയുള്ളൂ? അല്ല അഭിലാഷേ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ആശമാര് തുച്ഛമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നവരാണ് കമ്പാരിറ്റീവ്ലി, തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ആ ആനുകൂല്യം കിട്ടുന്ന തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ രാജിയോ ആരോഗ്യമന്ത്രിയുടെ രാജിയോ ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിന് പിന്തുണയായി കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ചിലരും എല്ലാം കൂടി ചേർന്ന് വരുന്നത് അതൊരു അരാജക സമരമാണ്. ഈ സമരത്തിൻ്റെ ഫോക്കസ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിലാണ് വരേണ്ടത്. ഇത്ര ധീരമായി സമരം നടത്തുന്നതിന് വരേണ്ടത് അങ്ങനെയാണ്. അതല്ലേ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, INTUCയും CITU STU അടക്കം AITUC ഉൾപ്പെടെ കേരള ഗവൺമെന്റിനോട് സമരം ചെയ്തു. സംസ്ഥാനമാണ് അവർക്ക് ഓണറേറിയം കൊടുക്കുന്നത്. ശരിയാണ്, സ്കീം സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആണെങ്കിലും ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാനമാണ്. കേന്ദ്രം കൊടുക്കുന്ന തുക മാത്രമല്ലല്ലോ കൊടുക്കുന്നത്. ഞങ്ങളുടെ സർക്കാർ വന്നിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടാമെങ്കിൽ ഞങ്ങളാണ് കൊടുക്കുന്നതെന്ന് സമ്മതിക്കുകയും ചെയ്യാലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ആരും സമരം ചെയ്യാൻ പാടില്ല, കേന്ദ്ര സർക്കാരിനോടെ സമരം ചെയ്യാൻ പാടുള്ളൂ. കേന്ദ്ര സർക്കാരിനോട് ചെയ്യുന്ന സമരം മാത്രമേ ഞങ്ങൾ സമരമായി അംഗീകരിക്കൂ. അല്ലാത്ത സമരമൊക്കെ ഈർക്കിലി സംഘടനകളുടെ സമരമാണെന്നാണോ? അല്ല, അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിനോട് ഒരു തൊഴിലാളി സംഘടനയ്ക്കും സമരം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. പത്രക്കാര് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനു മുമ്പ് സമരം നടത്തിയപ്പോൾ കൊടുക്കാത്തൊരു പ്രാധാന്യം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആശാ വർക്കർമാരുടെ ദൈന്യത പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ദൈന്യതയ്ക്ക് പരിഹാരം ഉണ്ടാകുന്നത് ആരാണോ ഈ സ്കീം പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരാണത് ചെയ്യേണ്ടത്. BJP നേതാവ് പറയുന്നത് സ്റ്റേറ്റിന് പണിയെടുപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ കാശ് കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ കേരള സ്റ്റേറ്റിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് കേരള ഗവൺമെൻറ്റാണോ ശമ്പളം കൊടുക്കുന്നത്? അങ്ങനെയല്ലല്ലോ എടുക്കുന്നത്. കേരളം ഇന്ത്യയിലല്ലേ? കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് അല്ലേ? ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ആശാ ജീവനക്കാരില്ലേ? അതുകൊണ്ട് ആ നിലയിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ എന്നുള്ളതിനെ ഒഴിഞ്ഞു കളയരുത്. കഴിഞ്ഞ ഫെബ്രുവരി 1 എന്തുകൊണ്ട് ബഡ്ജറ്റിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് ഈ ആശാ വർക്കർമാർക്കും അതുപോലുള്ള സ്കീം വർക്കർമാർക്കും ഓണറിയം വർദ്ധിപ്പിച്ചില്ല? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നക്കാപ്പിച്ചേ കിട്ടുന്നുള്ളൂ. അവർക്കിപ്പോൾ 40 ദിവസത്തെ വർക്കായി ചുരുക്കാൻ 86,000 കോടിയായി വെട്ടിച്ചുരുക്കിയിട്ട് ഇവിടെ ഒരു സമരം നമ്മൾ കണ്ടില്ലല്ലോ, ഒരു ചാനലുകാരെയും കണ്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് അരാജക സമരം എന്ന് പറയുന്നത്. മനസ്സിലായോ?
ശ്രീ ഗോപിനാഥ്, ഈ സമരത്തിന്റെ കോസ് എന്താണ് എന്നുള്ളതല്ലേ പ്രശ്നം? ആര് സമരം നടത്തുന്നു എന്നുള്ളതാണോ പ്രശ്നം? എന്തെല്ലാം അധിക്ഷേപങ്ങൾ ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്നിപ്പോ നോക്കൂ, ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു ഓഡിയോ, വാട്സപ്പ് ഓഡിയോ, ഈ ആശാപ്രവർത്തകർക്ക് CITU നേതാക്കൾ അയക്കുന്ന ഓഡിയോ ആണ്. നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ CITU വിട്ടു പോകണം. അപ്പോൾ ഒരു ആവശ്യം മുൻനിർത്തിയുള്ള സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന തൊഴിലാളികളെ ഇത്തരത്തിൽ ഭിന്നിപ്പിക്കുക. എന്നിട്ട് നാളെ അതേ സമയത്ത് ആലപ്പുഴയിൽ ഇവരുടെ സമരം നടക്കുന്ന അതേ സമയത്ത് CITUവിന്റെ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമരം, പണ്ട് ഈ മുതലാളിമാരുടെ കങ്കാണിമാരാണ് സമരം പൊളിക്കാനൊക്കെ നടക്കുക. CITU ഇങ്ങനെ സമരം പൊളിക്കുന്ന കങ്കാണിപ്പണിയൊക്കെ തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ CITUവിനെ വർഗ്ഗവഞ്ചകർ എന്നൊക്കെ വിളിക്കേണ്ടി വരും. അല്ലല്ല, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സംഘം ആശമാരെ ചേർത്തുകൊണ്ടൊരു സമരം നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആശാ വർക്കർമാരുടെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾക്ക് കേരളത്തിലൊരു സമരം നടത്താൻ പാടില്ല എന്നൊന്നും ഒരു വിലക്കുമില്ല. ഞങ്ങൾ ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് 28-ാം തീയതി, 27-ന് ചില ജില്ലകളിൽ നടത്തുന്നുണ്ട്, എറണാകുളത്ത് 3-ാം തീയതി നടക്കുന്നുണ്ട്. INTUC ഇന്നലെ എറണാകുളത്ത് നടത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ നിരന്തരമായിട്ട് ഈ സമരക്കാരൊക്കെ വരുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സമരം ചെയ്തിട്ടുള്ളവരാണ്. ഇനിയും ഞങ്ങൾ സമരം ചെയ്യും. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ കുറെ തൊഴിലാളികളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഞാൻ ഇന്നലെയും ചോദിച്ചു, ബിന്ദു ആശാ വർക്കറുടെ പ്രതിനിധി എന്നോടൊപ്പം ഒരു ചാനലിലുണ്ടായിരുന്നു, മീഡിയ വൺ. ഞാൻ ഇന്നലെയും ചോദിച്ച, ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു തൊഴിലാളി സംഘടന, അത് CITU ആകട്ടെ INTUC ആകട്ടെ, അവർക്ക് കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളവരെ അവർ സമ്മർദ്ദം ചെലുത്തി ഒരു ഗവൺമെന്റ് മുമ്പാകെ ഒരു ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ 7-ാം തീയതി ചർച്ചയിലൂടെ ഒത്തുതീർപ്പായി. അതിപ്പോൾ ഇവരുടെ ബിന്ദുവിന്റെ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള നേട്ടമാണെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടൊരു ഒത്തുതീർപ്പാണ്. ആ ഒത്തുതീർപ്പ് എന്താ? നിങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും വലിയ കാര്യമായിട്ടല്ല എടുത്തേക്കുന്നത്. OTP എന്നുള്ളത് ഒഴിവാക്കി ഉപാധി കേരള ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വെച്ചതാ, ഉപാധിരഹിതമായിട്ടുള്ള ഓണറിയം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഓണറിയം ഇവിടെ എന്തെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയുമോ? കാരണം കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല. ഇവിടെയെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ആരോഗ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്. കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ഇതിനു മുമ്പ് നമ്മൾ കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്ത്, ഇൻസെന്റീവിന്റെ കുടിശ്ശിക 60% കേന്ദ്രം തരാത്ത അടക്കം കൊടുത്തു തീർത്തതിന്റെ കടബാധ്യത നമുക്കുണ്ട്. ആ പൈസയിൽ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് തരുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഇനിയും വീണ്ടും വരില്ല എന്നല്ല. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞൊരു ഗവൺമെന്റ് വളരെ പെട്ടെന്ന് ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നടക്കുന്ന സമരത്തിനൊപ്പം ബിന്ദുവിനെയും അതുപോലെ മറ്റാളുകളെയൊക്കെ വിളിച്ചിട്ട്, എന്നാൽ ശരി, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഞങ്ങൾക്കൊരു ഓണറി അങ്ങോട്ട് കൂട്ടിത്തരാം എന്ന് പറയുമെന്നുള്ള വിചാരം ഞങ്ങൾക്കില്ല. INTUC ഉണ്ടോ, AITUC ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെയാണോ ഒരു തൊഴിലാളി സമരത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീമതി ബിന്ദു, അങ്ങനെ ഇത് അത്തരത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കാനുള്ള സമരമാണോ? അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സഖാവ് ഗോപിനാഥൻ്റെ ഒരു സംഘടനയാണല്ലോ അഖിലേന്ത്യ തലത്തിലുള്ള CITU. അവർക്ക് ഈ സ്കീം വർക്കേഴ്സിൻ്റെ സംഘടന ഉണ്ട്. അതിൻ്റെ നേതാവ് ഒരു സ്ത്രീയാണ്, സിന്ധു എന്നാണ് അവരുടെ പേര്. അവർ നടത്തിയ ഒരു സമരം 60 ദിവസം ഹരിയാനയിൽ പണിമുടക്ക് സമരം നടന്നു. ഇതേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് കൊടുക്കണമെന്ന്, ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയും, നമ്മൾ സമരം നടത്തുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ നടത്തണമെന്ന് പറയുകയും ചെയ്യുന്ന ഇത് ഇരട്ടത്താപ്പാണ്. പിന്നെ ഇവിടെ വന്നിരുന്ന ഒരു ആശാവർക്കറും ഇവിടെ ആരെങ്കിലും മന്ത്രി രാജിവെക്കണമെന്നോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ ഈ സർക്കാരിനെ അട്ടിമറിക്കണമെന്നോ എന്നുള്ള യാതൊരു ഉദ്ദേശത്തോടെയും വന്നതല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് വലിയ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കാത്ത, ഏറ്റവും പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുന്ന ഡിമാൻഡുകളുമായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് അംഗീകരിച്ച് നൽകാത്തതിന് മുന്നിൽ, ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാത്തതിന് മുന്നിൽ സർക്കാരിന് മേലുള്ള പ്രഷർ എന്താണെന്നുള്ളത് ഈ സഖാവ് TN ഗോപിനാഥൻ ഇന്നലെ വേറൊരു ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതാണ്. ഞങ്ങളെപ്പോലുള്ള വലിയ അംഗബലമുള്ള സംഘടനകൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു സമരം നടത്തി ഡിമാൻഡ് നേടിയെടുത്തിട്ട് ഞങ്ങളെ പെരുവഴി കളഞ്ഞിട്ട് പോകാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്നാണ് അദ്ദേഹം, അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞു പോയി അദ്ദേഹം. പിന്നീട് അദ്ദേഹം നിഷേധിച്ചു. പക്ഷേ അത് ലോകത്തെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം ഒരു പ്രഷറാണോ സംസ്ഥാന സർക്കാരിൻ്റെ മേലുള്ളതെന്ന് നമ്മൾ പരിശോധിച്ചു നോക്കാം. മൂപ്പിളമ തർക്കത്തിന്റെ അപ്പുറത്ത് ഇവിടെ കോസ് ഉണ്ട്, അത് പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇത് അടിസ്ഥാനപരമായി നീതിയുടെ പ്രശ്നമാണ്. ആശാ വർക്കർമാർക്ക് അവരർഹിക്കുന്ന വേതനം കിട്ടണം. അർഹിക്കുന്ന വേതനം പോയിട്ട് തീർത്തും തുച്ഛമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിന് പല ന്യായങ്ങൾ പറയാനുണ്ട് എങ്കിലും. അപ്പോൾ ഇവിടെ ഈ വേതനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം. അതിന് ഈ INTUC, CITU അല്ലെങ്കിൽ ഈ ഇപ്പോൾ സമരം നടത്തുന്ന സംഘടനയുടെ വലിപ്പം ചുരുക്കം തുടങ്ങിയ കാര്യങ്ങളൊന്നും ബാധകമാകേണ്ടാത്തതാണ്. ഇവിടെ അടിയന്തരമായി സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
അഭിലാഷ്, ആദ്യം തന്നെ ഞാൻ അതിൻ്റെ അകത്തൊരു കറക്ഷൻ വരുത്താൻ ആഗ്രഹിക്കുകയാണ്. INTUC എന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടെ സമരം നടത്തിയതിനെക്കുറിച്ച് ശ്രീ ഗോപിനാഥ് പറയുകയുണ്ടായി. ഇവിടെ കോൺഗ്രസ് ആണ് സമരം നടത്തിയത്. കോൺഗ്രസ് ആശാ വർക്കർമാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കേരളം മുഴുവൻ സമരം നടത്തുന്നുണ്ട്. നാളെ ഇപ്പോൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. ഈ സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. അപ്പോൾ അതിനെ ഒരേ ഇതിൽ കൊണ്ട് കെട്ടേണ്ട കാര്യമില്ല. CITUവിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഇപ്പം നിങ്ങളുടെ ടൈറ്റിലുണ്ടല്ലോ, നമ്മുടെ ഈ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ എന്തിനാണ് ഈ സമരത്തിനെതിരെ നിൽക്കുന്നത് എന്നുള്ളതാണല്ലോ. കൃത്യമായി പറഞ്ഞാൽ സമരങ്ങളോട് അവജ്ഞ എന്നു മുതലാണ് തുടങ്ങിയതെന്നാണ് അഭിലാഷ് ചോദിച്ചത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. അത് ശ്രീ ഗോപിനാഥിൻ്റെ ഉത്തരത്തിൽ തന്നെ ഇപ്പോൾ അത് വളരെ വ്യക്തമായിരുന്നു. ഇവിടെ CITUവിൻ്റെ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ ആ CITU എന്ന സംഘടനാ നേതാക്കന്മാരുടെ അനുവാദമില്ലാതെ ഒരു സമരം, ഒരു ജെനുവിനായിട്ടുള്ള ഒരു സമരം, ഏറ്റവും ആവശ്യമുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു സമരം, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സമരം, അത് ശക്തമാകുന്നു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വിരളി പൂണ്ടിട്ടാണ് ഇന്നിപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ ചോദിച്ച പോലെ ആലപ്പുഴയിലുള്ള CITUവിൻ്റെ നേതാക്കന്മാർ ആശാ വർക്കർമാരോട് വിളിച്ചു പറയുന്നു, എല്ലാ ജില്ലകളിലും വിളിച്ചു പറയുന്നുണ്ട്, ഈ സമരത്തിൽ പങ്കാളികളാകരുത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം CITU എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകളുടെ ഒരു സഹകരണമില്ലാതെ, അവർ സഹകരിക്കാതെ നടത്തിയ ഈ സമരം ഒരു കാരണവശാലും വിജയിക്കരുത് എന്നുള്ളതാണ്. ഞാനിനി ഇതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് ഞാൻ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സമരങ്ങളോടൊക്കെ എന്നു മുതലാണ് CITUവിനും അതുപോലെ തന്നെ CPMനും ഇത്തരത്തിലുള്ള ഒരു അവജ്ഞയുണ്ടായത്? കഴിഞ്ഞ 7 വർഷമായിട്ട് അഭിലാഷേ, ഈ തുടർഭരണം ലഭിച്ചതിന് ശേഷം ആദ്യ ഇടതുപക്ഷത്തിൻ്റെ ആദ്യ ഭരണകാലഘട്ടത്തിൽ, അതിനുശേഷം വന്ന ഈ തുടർഭരണം, ഈ കാലഘട്ടത്തിലെല്ലാം സമരങ്ങളോട് CPM കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്കറിയാം, വിഴിഞ്ഞം സമരം നടത്തിയപ്പോൾ എന്താണ് പറഞ്ഞത്? വിഴിഞ്ഞത്ത് സിമന്റ് തറയിൽ കിടന്നുകൊണ്ട് സമരം നടത്തി, അവർക്ക് പുനരധിവാസം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയവരെ തീവ്രവാദികൾ എന്നാണ് വിളിച്ചത്. പെമ്പളി ഉരുമൈ സമരം നടത്തിയവരെ MM മണി എന്ന് പറയുന്ന നേതാവ് പറഞ്ഞത് അവിടെ വളരെ മോശമായ രീതിയിൽ, സ്ത്രീകളോട് പറയാൻ കഴിയാത്ത രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ സമരം നടന്നു. കേരളയിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിനെതിരെ തീവ്രവാദികളാണ് സമരം നടത്തുന്നതെന്ന് പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ ഇവർ നടത്തിയ സമരം, രാജീവ് ഉൾപ്പെടെ, ഇന്നത്തെ വ്യവസായ മന്ത്രി രാജീവ് ഉൾപ്പെടെ നടത്തിയ സമരം, ഇപ്പോൾ അത് നടപ്പിലാക്കുവാൻ CPM ഇടതുപക്ഷം വന്നതിന് ശേഷം അത് നടപ്പിലാക്കാൻ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരെ തീവ്രവാദികളെന്ന് വിളിച്ചു. അപ്പോൾ സമരത്തിനെതിരെ ഇവർ ഇപ്പോൾ എടുക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാടിതാണ്. അതുകൊണ്ടാണ് എളമനം കരീമിന് CITUവിൻ്റെ നേതാവിന് അത്തരത്തിൽ പറയേണ്ടതായിട്ട് വന്നത്. ഇതുപോലുള്ള ഒരു സമരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 360 ഇങ്ങനെയാണോ കാണേണ്ടത്? അതും കേരളം പോലെ ഒരു സമൂഹത്തിൽ എന്നുള്ളത് ഗൗരവപൂർണമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആവശ്യമുണ്ട്. സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശാ വർക്കർമാരുടെ സമര പന്തലിലാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം. ശ്രീമതി KP റോസമ്മ, പാട്ടപ്പിരിവുകാരുടെ സമരം എന്നാണ് ഒരു ആക്ഷേപം. കോർപ്പറേറ്റ് ഫണ്ടിംഗ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ പാട്ട എടുത്ത് പിരിക്കേണ്ടി വരും. അത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണല്ലോ. ഇത്തരം അധിക്ഷേപങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ സ്നേഹത്തോടും ഒരുപാട് ബഹുമാനത്തോടും CITU യൂണിയൻ നേതാവിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ പാട്ടപ്പിരിവ് എന്ന് പറയുമ്പോൾ ഇത്ര മോശപ്പെട്ട ഒന്നാണോ? അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈർക്കിലി സംഘടനയാണെന്ന്. ഞാൻ വിനയത്തോട് ചോദിക്കട്ടെ, ഒരു ഈർക്കിലി ഒടിക്കാൻ താങ്കൾക്ക്, ഒരു ചൂലൊടിക്കാൻ താങ്കൾക്ക് പ്രാപ്തിയുണ്ടോ? പിന്നെ പാട്ടപ്പിരിവിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾക്കിവിടെ പാട്ടപ്പിരിവ് നടത്തി ഭക്ഷണം കഴിക്കേണ്ട ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ഞങ്ങൾ എന്തിനാണ് ഇവിടെ സമരം നടത്തുന്നതെന്ന് കൃത്യമായി കണ്ടു. 3 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെൻറ്റീവും മുടങ്ങിക്കിടക്കുന്നത് മേടിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ അജണ്ട. അപ്പോഴേയും തൊഴിലാളി നേതാവ് കണ്ടില്ലേ? ഈ തൊഴിലാളി നേതാവ് എന്തുകൊണ്ട് നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവ് എന്നൊക്കെ പറയുന്നതിനാണ്? ആശമാരെ ഇത് പറഞ്ഞ് ഇനിയെങ്കിലും ഭിന്നിപ്പിക്കാതിരിക്കാൻ നോക്ക്. ആശമാരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഈ പ്രസ്താവന വേണ്ട. ഞങ്ങൾ ആശമാരെല്ലാവർക്കും ഒരേപോലെയാണ് ഇവിടെ വേതനം കൊടുക്കുന്നത്. 3 മാസത്തെ വേതനവും
3 മാസത്തെ ഇൻസെൻറ്റീവും ഓണറേറിയവും കുടിശ്ശികയാക്കിയിരിക്കുന്ന താങ്കളുടെ ഭരണസമിതിയോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞങ്ങൾക്കിവിടെ നല്ല മനുഷ്യരുണ്ട്. ഇന്ന് രാവിലെയും ഞങ്ങൾ തിന്നിട്ട് ബാക്കി വരത്തക്ക രീതിയിൽ പ്രഭാത ഭക്ഷണം ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. കുടിവെള്ളം ആവശ്യമായ രീതിയിൽ ഇവിടുത്തെ തിരുവനന്തപുരം ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരും ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ട്. ഞങ്ങൾക്ക് പാട്ടപ്പിരിവെടുത്തേതായാലും ഭക്ഷണം കതിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഇവിടുത്തെ നല്ലവരായ കേരളീയ ജനത സമ്മതിക്കത്തില്ല. പിന്നെ ബക്കറ്റ് പിരിവിനോടൊക്കെ എന്നാ ഇദ്ദേഹത്തിന് പുച്ഛം തോന്നിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് പാട്ടപ്പിരിവ് നടത്തിയെന്നും എങ്ങനെയാണ് ബക്കറ്റ് പിരിവ് നിങ്ങളെ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം. ഇല്ല സർ, ഞങ്ങൾ ഒരടി പോലും പിന്നോട്ട് പോകത്തില്ല. ഞങ്ങൾ എന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഉമ്മാക്കിക്കളിയൊന്നും ഞങ്ങളോട് വേണ്ട. ഏത് ഞങ്ങളോട്? കേരളത്തിലെ 26,000 സംതിങ് ആശമാരോട് ഇനിയെങ്കിലും താങ്കളൊന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ആദ്യം ഓണറേറിയം സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യം ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ മറ്റുദ്യോഗസ്ഥരും മേടിക്കുന്ന 5-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ അവഹേളിക്കേണ്ടതും ആക്ഷേപിക്കേണ്ടതും ആ കാര്യം ഉണ്ടാകത്തില്ലായിരുന്നു. ഞങ്ങൾ പണിയെടുത്തിട്ടാണ് കാശ് ചോദിക്കുന്നത്. എത്ര രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത്? ഈ 232 രൂപ കൊണ്ട് താങ്കൾക്ക് ഒരു ദിവസം ഒരു ചായക്കടയിൽ ഒരു ദിവസം താങ്കൾക്ക് ഒരു ചായ മേടിക്കാനുള്ള കാശുണ്ടോ? അതിൽ ആ 232 രൂപ കൊണ്ട് ഞങ്ങളൊരു കുടുംബത്തെയാണ് പോറ്റുന്നത്. ഞങ്ങളോട് വെല്ലുവിളിക്കേണ്ട സാർ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് താങ്കളൊരു ജനകീയ നേതാവാണെങ്കിൽ, ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവാണെങ്കിൽ ഞാൻ വളരെ വിനയത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഭരണ സംവിധാനത്തോട്, നമ്മുടെ ഭരണ സംവിധാനത്തോട് എത്രയും പെട്ടെന്ന് ഈ സ്ത്രീ ജനങ്ങളെ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും നല്ല ഒരു ഉത്തരവും അവരാവശ്യപ്പെട്ടിരിക്കുന്ന അജണ്ട അനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്തു തന്നിട്ട് മാന്യമായി തല ഉയർത്തി നിൽക്കണം സർ. ഇവിടെ ശ്രീമതി താര, 3 മാസമായി ഓണറേറിയം മുടങ്ങിക്കിടക്കായിരുന്നു. ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് കുടിശ്ശികയിൽ കുറച്ചെങ്കിലും തീർക്കാനെങ്കിലും കഴിഞ്ഞത്. ഓണറേറിയം വർധനവ് എന്ന അടിസ്ഥാനപരമായ ആവശ്യം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിച്ചതുകൊണ്ട് അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നം പരിഹൃതമാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏത് സംഘടനയാണ്, ഈർക്കിലി പാർട്ടിയാണോ അതോ വേറെ സംഘടനയാണോ നമ്മുടെ സംഘടനയാണോ, ആ ചോദ്യമല്ല ഇവിടെ ഉയരേണ്ടത്. എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ള ചോദ്യമല്ല ഇവിടെ ഉയരേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ചോദ്യം ഉയരുമ്പോൾ ഇവർ വളരെ ന്യായമായ ഒരു കാര്യത്തിനാണ് അവർ സമരം ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞുവല്ലോ, ആശാ വർക്കർമാരുടെ ഈ കുടിശ്ശിക കേന്ദ്രം തരുന്നില്ല. ശരിയാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വയനാട്ടിലെ കേന്ദ്ര സഹായം വച്ച് താമസിപ്പിക്കുന്നു എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവർ 1 മാസത്തിനുള്ളിൽ ഇത് തീർത്തു കൊടുക്കണം എന്ന് പറയുന്ന നിബന്ധനകൾ വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അവഗണന ഒരു അംഗീകൃത വസ്തുതയാണെന്ന് വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ എല്ലായിടത്തും നാഷണൽ ഹെൽത്ത് മിഷൻ നടക്കുന്നുണ്ടല്ലോ. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്ത് 10,000 രൂപയാണ് കൊടുക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ പ്രത്യേക സഹായം അവിടെ കിട്ടുന്നില്ല, ആ സംസ്ഥാനം കൊടുക്കുന്നതാണ്. കർണാടകത്തിൽ 8,000-ൽ നിന്ന് 9,500 അവർ വർദ്ധിപ്പിച്ചു. ബാക്കി ഇൻസെൻറ്റീവ് ഉൾപ്പെടെ അവർക്ക് നല്ലൊരു തുക കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമ്പൂർണമായ പ്രാഥമിക ഉത്തരവാദിത്തം അവനവൻ്റെ സ്റ്റേറ്റിന് തന്നെയാണ്, അവനവൻ്റെ സർക്കാരിന് തന്നെയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ മാത്രമല്ല, ഇൻസെൻറ്റീവും ആണ് ഇതിനകത്ത് ഈ വ്യത്യാസമുണ്ടാക്കുന്നത്. ഇൻസെൻറ്റീവ് കിട്ടാൻ നമ്മുടെ സംസ്ഥാനത്തിന് പരിമിതികളുണ്ട്. കാരണം നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ, അതായത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം, നമ്മുടെ കുഷ്ഠരോഗത്തിൻ്റെ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-ന് 0.11%, അതായത് 1% താഴെയാണ്. അവർക്ക് 250 രൂപയോ അത്രയും കണ്ടാണ് ഈ ഡയഗ്നോസിസിന്, രോഗം കണ്ടുപിടിച്ചാൽ അതിന് തുടർ ചികിത്സ നടത്തിയാൽ 400 രൂപ കിട്ടും. നമ്മൾ ഇല്ലാത്ത കുഷ്ഠരോഗികളെ ഉണ്ടാക്കണോ? അതാണോ നമ്മൾ ഇനിയിപ്പോൾ ശ്രമിക്കേണ്ടത്? ഇപ്പോൾ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിലേ നമുക്ക് കേന്ദ്രത്തിന്റെ വിഹിതം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. വയനാട്ടിൽ ഈ വിഹിതം കിട്ടണമെങ്കിൽ നമ്മൾ കേരളം പിന്നോക്കാവസ്ഥയിലേക്ക് പോകണം എന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ആശാവർക്കർമാരുടെ ന്യായമായ ഈ ഇൻസെൻറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കക്കൂസ് ഇല്ലാത്ത വീടുകളിൽ കക്കൂസ് വെച്ച് കൊടുത്താൽ 75 രൂപ കിട്ടും. 96% വീടുകളിലും ഈ കക്കൂസുണ്ട്. 1% താഴെയും കണ്ടേ ഉള്ളൂ കക്കൂസുകളില്ലാത്ത. അപ്പോൾ നമ്മൾ ഈ നേടിയതെല്ലാം നമ്മൾ പിന്നോക്കം നിർത്തിക്കൊണ്ട്
നമ്മൾ ഈ രോഗത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായ നിലപാടല്ല. ഈ 26,000-ഓളം വരുന്ന ആശാ വർക്കർമാർക്ക് 21,000 രൂപ കൊടുക്കാൻ ഏകദേശം 36 കോടി രൂപ മാത്രമേ ചിലവാവുള്ളൂ. ഇപ്പോൾ ഈ മാറ്റിവെച്ച ഞാൻ വേറെ പറയുന്നില്ല, ഇപ്പോൾ PSC മെമ്പർമാർക്ക് കൊടുത്തോട്ടെ, മറ്റേ KV തോമസ് അദ്ദേഹത്തിന് കൊടുത്തോട്ടെ. ഈ കാറ് വാങ്ങിക്കുന്നത് ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ, ഒരു കൊല്ലത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ലേ? അത് ആ 36 കോടി രൂപ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടെത്താനാവുകയില്ലേ? എന്നിട്ട് അത് കൊടുത്തുകൊണ്ട് പറയണം നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, നമുക്ക് കേന്ദ്രത്തിനോട് ചോദിക്കേണ്ടതുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളും ഇരിക്കാം എന്ന് പറയുന്നതല്ലേ സാമാന്യ മര്യാദ. ശതകോടികളുടെ ആവശ്യമുള്ള ഒരു വിഷയമല്ല ഇവിടെ. ശ്രീ KN ഗോപിനാഥ്, ഒരു തൊഴിലാളി സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമാണല്ലോ. അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ ജോലിക്ക് കയറൂ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ വെക്കാനുണ്ടെന്ന്. അങ്ങനെ മുതലാളിമാരൊക്കെ ഫ്യൂഡൽ കാലത്ത് പ്രയോഗിച്ചിരുന്ന അതേ തന്ത്രം ഒരു ജനാധിപത്യ സർക്കാർ സമരം നിർത്തിക്കോ, വന്നോ, ഇല്ലെങ്കിൽ പിരിച്ചുവിടും നിന്നെയൊക്കെ എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധതയിലേക്ക് എങ്ങനെയാണ് ശ്രീ KN ഗോപിനാഥ് ഒരു ജനാധിപത്യ സർക്കാരിന് പോകാൻ കഴിയുക? CITU അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? സമരം ചെയ്യുന്നവരെയൊക്കെ പിരിച്ചുവിട്ടുകൊണ്ടാണോ സർക്കാർ പ്രവർത്തിക്കുക? അഭിലാഷേ ഇതൊക്കെ പുതിയ രീതികളൊന്നുമല്ല. ഉദ്യോഗസ്ഥന്മാര് ഞങ്ങൾ സമരം ചെയ്ത ഈ കഴിഞ്ഞ 6-ാം തീയതിയും 7-ാം തീയതി സമരം ചെയ്ത ആശാ വർക്കർമാർക്കെതിരെ ESMA പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞ ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങൾ സമരം ചെയ്ത സന്ദർഭത്തിൽ അതിനകത്ത് ആൾ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ട്രെയിനിങ് വെച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത്തരം നടപടികൾക്കൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ ആരോഗ്യ മേഖല ഒരു എസെൻഷ്യൽ സർവീസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ചെയ്യുന്ന പരിപാടികളാണ്. ഇത് മുതൽ ഇത്രയും ദിവസം പൂർണ്ണമായിട്ട് ആരോഗ്യ മേഖലയിൽ ഇത്രയും ഉദ്യോഗസ്ഥർക്ക് മുകളിലല്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ? സാർ, ആ ഉദ്യോഗസ്ഥർക്ക് മുകളിൽ ജനം തെരഞ്ഞെടുത്ത ഒരു സർക്കാരില്ലേ? സർക്കാരിന്റെ നയമല്ലേ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്? ഇല്ല, ഞങ്ങള് അഭിലാഷ് ഞങ്ങളാണ് ഇതുപോലൊരു സമരം ആരോഗ്യ മേഖലയിൽ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും നിങ്ങളെപ്പോലുള്ള ചാനലുകളടക്കം ചെയ്തത് അത് അരാജക സമരമാണെന്നും ആശുപത്രികൾക്ക് മുമ്പിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും രോഗികളെ കഷ്ടപ്പെടുത്തുമെന്നും പറയും. ഇവിടെ ഇപ്പൊ പ്രശ്നമില്ല, ഇതൊരു പുതിയ മഴവിൽ സഖ്യമാണ്. ഈ സമരം നടക്കുന്ന ഒരു മഴവിൽ സഖ്യമാണ്. അത് നമ്മൾ മൂന്നാറിൽ പെമ്പിളെ ഉരമയിൽ നമ്മൾ കണ്ടതാണ്. ഒരാഴ്ച നീണ്ടു നിന്ന സമരം ഉണ്ടായതാണ്. അന്ന് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അവസാനം അവരോട് പറഞ്ഞു, അവിടുത്തെ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾ വിളിച്ച് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കി അത് അവസാനിപ്പിച്ചു. UNA എന്ന് പറഞ്ഞ നേഴ്സുമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ആലപ്പുഴയിലെ SD ആശുപത്രിയുടെ നേരെ മുമ്പിൽ നിന്ന് നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തു. ഒരു പത്രക്കാർക്കും അതിന് തടസ്സം ഉണ്ടായിരുന്നില്ല. എന്നാൽ CITO അതുപോലുള്ള സംഘടനകളോ അത്തരത്തിലുള്ള സമരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊക്കെ അതെല്ലാം തമസ്കരിക്കും. അതുകൊണ്ട് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. മൂന്നാറിൽ അവിടുത്തെ ടാറ്റ ടീ തൊഴിലാളികൾ, തൊഴിലാളി തേയില നുള്ളുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പെമ്പിളെ ഒരുമ എന്ന് പറഞ്ഞൊരു സംഘടന സമരം ചെയ്തു. നഴ്സുമാർക്ക് വേണ്ടി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സമരം ചെയ്തു. ഇവിടെ ഇപ്പോൾ ഒരു സംഘടന സമരം ചെയ്യുന്നു. ഈ സംഘടനകൾക്കൊന്നും സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്യാനൊക്കെ പറ്റുന്ന സംഘടന വേറെയുണ്ട്, അത് ഞങ്ങളുടെ സംഘടനയാണ്. ഞങ്ങളുടെ സംഘടന ചെയ്താലേ സമരമാവുള്ളൂ. മറ്റുള്ള സംഘടനകളൊക്കെ സമരം ചെയ്താൽ അത് പ്രശ്നമാണ്, അരാജകത്വമാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതിന്റെ യുക്തി എന്താണ്? അങ്ങനെ ആരും പറഞ്ഞില്ല. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ സമരത്തിൻ്റെതായിട്ടുള്ള ഒത്തുതീർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അവസാനിപ്പിക്കണം. എല്ലാ സമരങ്ങളിലെ എല്ലാ ഡിമാൻഡുകളും ഒക്കെ അംഗീകരിക്കാൻ എല്ലാ മാനേജ്മെന്റുകളോ തൊഴിലുടമകളോ സർക്കാരുകളോ തയ്യാറായിട്ടുള്ള ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എത്രയോ സമരങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ പരിമിതി മനസ്സിലാക്കിയാൽ തൽക്കാലം അങ്ങനെ നിൽക്കും. വീണ്ടും ശക്തമായിട്ട് വരേണ്ട സന്ദർഭത്തിൽ വരും. ഇതങ്ങനെയല്ല. ഞങ്ങളുടെ മരണം ഇവിടെ ഉണ്ടായാലും ഞങ്ങളിത് അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നത് അവരെ പ്രേരിപ്പിച്ച് ആശമാരുടെ ആ ചോര കുടിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ചോര കുടിക്കാൻ കുറെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഞാൻ മഴവിൽ സഖ്യം എന്ന് പറയുന്നത്. അവരെല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായി കൂടും. അതൊരു പക്ഷേ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ കൊട്ടിപ്പാട്ടും കാര്യങ്ങളും ഈ പാവപ്പെട്ട ശ്രീ ഗോപിനാഥ്, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വീട് കയറി ഓരോരുത്തരുടെയും ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്ന ആരോഗ്യ സ്കീമുകളുടെ പ്രചാരകരാവുന്ന ഈ പാവം സ്ത്രീകൾ എന്തിനാണ് നിങ്ങളുടെ സർക്കാരിന്റെ ചോര കുടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ആശമാരെ ഡ്രാക്കുളമാരായി കാണുന്നത്? നിസ്വരായ പാവപ്പെട്ട നിർധനരായ മനുഷ്യരെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഡിമോണൈസ് ചെയ്യുന്നത്? ശ്രീ ഗോപിനാഥ്, മാതൃഭൂമി ചാനൽ എവിടെയായിരുന്നു? ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 16-ാം തീയതി 8,000 ആശാ വർക്കർമാര്, ഞങ്ങൾക്ക് കയ്യിലുള്ള മുഴുവൻ പേരല്ല, 8,000 ആശാ വർക്കർമാര് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമായിട്ട് ഞങ്ങൾ വന്നു. DHSന്റെ മുമ്പിൽ 2 ദിവസം രാപകൽ സമരം ഞങ്ങൾ നടത്തി. നിങ്ങളെ മാതൃഭൂമി ചാനൽ എവിടെയായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ? അപ്പൊ അന്നില്ലാത്ത ഇന്നൊരു കാര്യം എന്നുള്ളത് അത് ഈ ഗവൺമെന്റിനിട്ട് അടിക്കാൻ സമരത്തിന്റെ വിഷയം എന്ത് എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ?
വേണ്ട, ഈ ഗവൺമെന്റിനെ അടിക്കുന്നില്ല. CITU സമരം ചെയ്യൂ, ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും കൂടി സമരം ചെയ്യൂ. CITU, INTUC ഒക്കെ സമരം ചെയ്യൂ. ഇവിടെ അടിസ്ഥാന വിഷയം പരിഹരിച്ചാൽ മതി. ഓണറേറിയത്തിന്റെ വിഷയമല്ലേ ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം, അത് പരിഹരിച്ചാൽ മതി. കാര്യങ്ങള് അല്ലല്ല, സാമ്പത്തിക ഡിമാൻഡുകളിന്മേൽ തൊഴിലാളികളെ കൂട്ടാൻ എളുപ്പമുണ്ട്. അത് നടക്കോ ഇല്ലയെന്ന് നോക്കേണ്ട കാര്യമില്ല. ആകാശത്തിലേക്ക് പൊക്കി അവരെ ഉയർത്തി നിർത്തിയാൽ മതി, തെങ്ങിന്റെ മോളിൽ കയറ്റി നിർത്തിയാൽ മതി. അങ്ങനെയാണ് ഈ തൊഴിലാളികളെ നിർത്തുന്നത്. അത് ശരിയായ നടപടി അല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ആശാകിരൺ ഇൻഷുറൻസ് പദ്ധതി നിർത്തിയതാരാ? BJP ഗവൺമെന്റ് അല്ലേ? ഈ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് അല്ലായിരുന്നോ? 1000 രൂപ സ്പെഷ്യൽ ഇൻസെന്റീവ് എന്നുള്ള നിലയിൽ പ്രത്യേകമായി 5 ആശമാർക്ക് പഞ്ചായത്തുകളിൽ ആയുർവേദം, ഹോമിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നില്ലേ തുക? ഇവർ 232 കാര്യം മാത്രമാണല്ലോ പറയുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. 2000 രൂപയാണ് പ്രധാനമന്ത്രിയുടെ നാട് ഗുജറാത്ത് ഓണറിയം കൊടുക്കുന്നത്. 9500 ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, പക്ഷെ അവിടെ ഇൻസെന്റീവ് ഇല്ല. ഞങ്ങളും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഹരിയാനയിൽ സമരം നടത്തിയവരാ ഞങ്ങള്, നാളെ കേരളത്തിലും സമരം നടത്തിയവരാ ഞങ്ങൾ. ഇനി ഒരിക്കലും ഒരു സമരം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ തൊഴിലാളികൾ, അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ ഞങ്ങൾ ആഹ്വാനം ചെയ്യാത്തൊരു സമരത്തിൽ പോയി ഞങ്ങൾക്കില്ലേ? ഇവിടെ INTUC സമരത്തിൽ ഇല്ല എന്ന് സമരത്തിന്റെ ആവശ്യമല്ലേ പ്രധാനം, സമരത്തിന്റെ കോസല്ലേ പ്രധാനം? എന്തിനാണ് ഈ സമരം എന്നുള്ളതല്ലേ പ്രശ്നം? ഈ സമരത്തിന്റെ ആവശ്യം ന്യായമാണ് എന്ന് അങ്ങേക്കും ബോധ്യമുണ്ടല്ലോ. ന്യായമായ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന സമരം അത് മറ്റൊരു സംഘടനയാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവർ അരാജകവാദികളും അവർ ഈർക്കിലികളും ഒക്കെ ആവുകയാണ്. ഞങ്ങൾ സമരം നടത്തിയാലേ സമരം ആവുകയുള്ളൂ എന്നുള്ളതാണോ CITU? അഭിലാഷിനെ ഞാൻ ക്ഷണിക്കാം. ഞങ്ങളുടെ AG's ഓഫീസിന് മുന്നിൽ 28-ാം തീയതി ഞങ്ങളൊരു സമരം നടത്തുന്നുണ്ട്. CITU ആശമാര് മാത്രമല്ല, കേരളത്തിലെ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ. നിങ്ങളെ ഞങ്ങൾ അവിടെ ക്ഷണിക്കാം. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഒന്ന് പറയൂ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം അത് ഐക്യത്തോടുകൂടി പോകണോ വേണ്ടെന്ന്. നിങ്ങൾ അവിടെ ഒന്ന് വരൂ. എല്ലാ ചാനലുകാരെയും ഇത് എല്ലാ സ്കീം വർക്കർമാരും അതുപോലെ തന്നെ സ്കീം വർക്കർക്ക് മാത്രമല്ല, സ്കീം വർക്കർമാർക്കും ഒക്കെ ഈ രാജ്യത്ത് ഒരുപാട് വലിയ ചൂഷണം നേരിടേണ്ടി വരുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ വിഷയം. എന്ത് അജണ്ട സാർ? എന്ത് അജണ്ട? ഒറ്റ അജണ്ടയേ ഉള്ളൂ. ഈ ആശമാർക്ക് മാന്യമായ അർഹിക്കുന്ന വേതന കിട്ടുക എന്ന ഒറ്റ അജണ്ടയേ ഉള്ളൂ. അതല്ലാതെ ഈ സർക്കാരിനോട് ആർക്ക് എന്ത് വിഷയം? എന്തെങ്കിലും ഈ സർക്കാരിനോട് എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു സെക്കൻഡ് ഗോപിനാഥ്. സർക്കാരിനോട് ഞങ്ങൾക്ക് യാതൊരു വിഷയവും ഇല്ല. പക്ഷെ ഇതിനൊക്കെയുള്ള മറുപടി പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. ആശാ വർക്കർമാരെ കാരണം ഈ 8000-ന് എത്ര പൂജ്യമുണ്ട്? 8000-ന് എത്ര പൂജ്യമുണ്ട്? അവിടെ എത്ര ആശമാരായിരുന്നു നമ്മൾ കണ്ടു. അതെന്തിനാ അവിടെ ചെന്നത്? JPHമാരുടെയും JHമാരുടെയും കുറ്റം പറയാൻ. മാനദണ്ഡങ്ങൾ ആരാ ഉണ്ടാക്കിയത്? സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും അവരോട് ചോദിക്കേണ്ട ഉത്തരങ്ങളും ഒക്കെ പറയാൻ വേണ്ടി JPHനെയും JHയെയും കുറ്റം പറയാനായിട്ടല്ലേ അവിടെ സമരം നടത്തിയത്? അനിശ്ചിതകാലം എന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് അനിശ്ചിതകാലമാവോ? ഞങ്ങൾ പോകാനിരുന്നാണ് അവരുടെ കൂടെ. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഉണർത്തും, അവർ കൃത്യമായി ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പിറ്റേന്ന് പോകാൻ വേണ്ടി അറേഞ്ച് ചെയ്തു വെച്ചതാ. എന്നിട്ട് അവരെന്തിനാ പൂട്ടിക്കെട്ടി ഒരു ദിവസം പോലും രാപ്പകൽ സമരം അനിശ്ചിതകാലമാണെന്ന് പറഞ്ഞിട്ട്? പറയൂ ശ്രീ ഗോപിനാഥ്, എന്തുകൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോ സമരം അവസാനിച്ചത്? എന്തുകൊണ്ടാണ്? അവകാശങ്ങൾ നേടിയെടുത്തതുകൊണ്ടാണോ? ഞങ്ങൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നില്ല. JPHന്മാരുടെ കാര്യത്തിൽ അടച്ചാക്ഷേപിക്കുന്ന നില ഇളവരകരിയും എടുത്തിട്ടില്ല. JPHന്മാരാണ് ഇവരുടെ ജോലികളിൽ ഇവർ റിപ്പോർട്ട് ചെയ്യുകയും കുറിക്കുകയൊക്കെ ചെയ്യുന്നവർ. അവർ പലപ്പോഴും ഗവൺമെന്റ് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ വച്ച് താമസിക്കുകയാണ്. ചില ജില്ലകൾ കൊടുക്കില്ല, ചില സമയത്ത് താമസിക്കും, പിന്നെ മോളിൽ നിന്ന് ചെവിക്ക് പിടിക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അങ്ങനെ ചില ഉപദ്രവങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ഞങ്ങൾ പരാമർശിക്കാൻ ഇടവന്നത്. അല്ലാതെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരെയോ ഒരു വിഭാഗം ആളുകളെ ആരെയും ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. അവർക്കും സംഘടന ഉണ്ടാവും, അവരുടെ താല്പര്യങ്ങളും ഉണ്ടാവും. അവരവരുടെ സൂപ്പർവൈസറി ഫോമിലുള്ള ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. ശ്രീ K. സോമൻ, ഇത് കേന്ദ്ര സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ട വിഷയം കൂടിയാണ്. കേന്ദ്രം GDPയുടെ വെറും 0.49% മാത്രമാണ് ഹെൽത്തിൽ ചെലവഴിക്കുന്നത്. ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവിടെ സംസ്ഥാനങ്ങൾ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊള്ളട്ടെ എന്ന സമീപനത്തിനപ്പുറത്ത് നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ആരോഗ്യത്തിന് എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വിഷയമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതും വിഷയമാണ്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എല്ലാ ഭാരവും വിവിധ സംസ്ഥാനങ്ങൾക്ക് മുകളിലിട്ട് ഒഴിഞ്ഞു മാറുന്നത്? ഇവിടെ ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ പ്രകീർത്തിച്ചോ സപ്പോർട്ട് ചെയ്തോ സംസാരിക്കാനുള്ള ധാർമ്മികമായ അവകാശം BJPക്കാർക്കുണ്ടോ? ഓണറേറിയം കൂട്ടിയിട്ട് വേണ്ടേ സംസാരിക്കാൻ? ഓണറേറിയം അല്ല ശ്രീ അഭിലാഷ്, ഇൻസെൻറ്റീവാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഇവിടെ
സംസ്ഥാന ഗവൺമെന്റിന് 913 കോടി രൂപയാണ് ആകെ കൊടുക്കാനുള്ളത്. 815 കോടി രൂപ ജനുവരി മാസത്തിന് മുമ്പ് കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് സഹമന്ത്രി NK പ്രേമചന്ദ്രനും മറുപടി കൊടുത്തിട്ട് ഈ സമരം ഫെബ്രുവരി 10 ആരംഭിക്കുമ്പോൾ എന്താണ് ഇവർക്ക് അവരുടെ കൊടുക്കേണ്ട ഓണറേറിയം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞല്ലേ അവർ സമരം ചെയ്തത്? ഈ പണം കേന്ദ്ര സർക്കാർ കേരള സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ട് അതെന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് ആനുകൂല്യം കൊടുക്കാതിരുന്നത്? 2 മാസത്തെ ഓണറേറിയം ഈ ആശാപ്രവർത്തകന്മാർക്ക് കൊടുക്കാതിരുന്നത് എന്നത് CITUവിന്റെ പ്രതിനിധി ഒന്ന് പറയട്ടെ. കേന്ദ്ര സർക്കാർ പണം കേരളത്തിന് കൈമാറി എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി പാർലമെന്റിൽ പറഞ്ഞത് നാം എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ആ പണം വകമാറ്റി ചെലവഴിച്ച പണത്തിന്റെ കണക്ക് കൊടുക്കുന്നില്ല. ഇതാണ് കേരളത്തിൽ NHMമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വൈകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ചർച്ചയിൽ CITUവിന്റെ പ്രതിനിധി ആവർത്തിച്ച് കേരളത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന ധനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ അവിശ്വസിക്കണമോ എന്ന് ഈ CITU പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്. സംസ്ഥാനത്ത് ധനജനുക്കമില്ല എന്ന് പറയുന്നു. ധനമന്ത്രി ബഡ്ജറ്റിന്റെ ആമുഖ പ്രസംഗത്തിൽ പറയുന്നത് കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ? കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ? ഈ CITUവിന്റെ പ്രതിനിധി പറയുന്ന കാര്യങ്ങൾ CPIയുടെ പ്രതിനിധികൾക്ക് ബോധ്യമാകുന്നുണ്ടോ? കണ്ണില്ലാത്ത ദൈവങ്ങളാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞത് CPIയുടെ ജില്ലാ സെക്രട്ടറി ശിവരാമനല്ലേ? അപ്പൊ ഈ സർക്കാർ അവരെ ഈ പാവപ്പെട്ട ആശാപ്രവർത്തകന്മാരെ കൊണ്ട് പക്കിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ രാപകലില്ലാതെ പണിയെടുപ്പിച്ചിട്ട് അത് കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭമാണ് നിങ്ങൾ നടത്തേണ്ടതെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചാൽ അവരനുഭവിക്കുന്നവരാണ്, അവർ വസ്തുതകൾ മനസ്സിലാക്കുന്നവരാണ് എന്ന ബോധ്യമാണ് ഈ സഹന സമരത്തിന് ഈ കുംഭച്ചൂട് പൊള്ളുമ്പോഴും അവർ ആ സമരമുഖത്ത് തുടരുന്നത്. അവർക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ അവരോട് തന്നെ ചോദിക്കാം. കേരളത്തിന്റെ എല്ലാ ശോഭയും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരാണ് പൂർണ്ണ ഉത്തരവാദി എന്നുള്ളതാണോ കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് അടുത്ത ദിവസം മുതൽ ഈ സമരം ഏറ്റെടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസ് സമരം ചെയ്യുന്നത് സംസ്ഥാനത്തോട് മാത്രമാണോ അതോ സ്കീം വർക്കേഴ്സിന് ദേശീയ തലത്തിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്? കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കണമെന്ന് ആവശ്യമുണ്ടോ? നിങ്ങളുടെ സമരം കേരളത്തിൽ മാത്രം പരിമിതപ്പെടുന്ന സമരമാണോ? തീർച്ചയായിട്ടും അല്ല അഭിലാഷ്. ഇത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരേപോലെ ഉത്തരവാദികളാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, LDF ഗവൺമെന്റ് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ആശാ വർക്കർമാർക്ക് നേരത്തെ 2005 രൂപീകൃതമായ ഈ സംവിധാനം ഇവർക്ക് നേരത്തെ മറ്റു തൊഴിലുകൾ എടുക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു. ഇപ്പോൾ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അവർക്ക് മറ്റു തൊഴിലുകൾക്കൊന്നും പോകാൻ പാടില്ല, ഇത് മാത്രം ചെയ്യണം എന്നുള്ളതായത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റു തൊഴിൽ ചെയ്യാതായപ്പോൾ ഇവരുടെ കുടുംബം പുലർത്തുവാൻ ഏറ്റവും പാവപ്പെട്ടായിട്ടുള്ള ആളുകളാണ്, സ്ത്രീകളാണ് ഇത്തരം ജോലി ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ തുച്ഛമായ വേതനം കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണേണ്ടത്. അതിനുത്തരവാദി നിലവിലുള്ള LDF ഗവൺമെന്റ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഗോപിനാഥനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, താങ്കൾ ഒരു തൊഴിലാളി യൂണിയന്റെ നേതാവായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ സമരത്തിനെതിരെ നിൽക്കുന്നത് എന്നുള്ളത് പലതവണ അഭിലാഷ് ചോദിച്ചിട്ടും താങ്കൾ അതിനൊരു മറുപടി പറയുന്നില്ല. സമരം നടത്തുന്നത് നിങ്ങളും സമരം നടത്തിയെന്ന് പറയുന്നു, നിങ്ങൾ ആശാ വർക്കർമാർക്ക് വേണ്ടി സമരം നടത്തിയെന്ന് പറയുന്നു. ആ സമരം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തിപ്പോയി. ഇപ്പോഴെന്തുകൊണ്ടാണ് അതേപോലെ തന്നെ ആവശ്യം പറഞ്ഞ് നവംബർ മാസം മുതലുള്ള വേതനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഇൻസെന്റീവ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഓണറേറിയം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയോട് ഒരു വനിതാ മന്ത്രി പറയുന്നത്, ആരോഗ്യവകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞത്? ഇത് വെറുതെ നടത്തുന്ന സമരമാണ്, ഇത്തരത്തിലൊരു സമരം ഇത് അനുചിതമായ സമരമാണ് എന്നാണ് അവർ പറഞ്ഞത്. എത്ര ധാർഷ്ട്യത്തോടെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വനിതയായിരിക്കുന്ന ഒരു മന്ത്രി അവരോട് പ്രതികരിച്ചത്. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു സഹോദരി പറയുന്നത് ഞാൻ കേട്ടു, ഇതിനോടുള്ള പ്രതികരണം, ഈ സമരത്തിനോടുള്ള പ്രതികരണമാണ് ഇത് കൂടുതൽ രൂക്ഷമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാത്തത്? എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെന്റിന് തൽക്കാലം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അവർക്ക് തൽക്കാലം എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരോടൊരു ചർച്ച നടത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കാത്തത്? പകരം ചെയ്യുന്നത് എളമനം കരീമിനെ പോലെയുള്ള ഒരു നേതാവ്, CITUവിന്റെ നേതാവ് പറയുന്നത് എന്താണ്? മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ഹരമായി എന്നാണ് പറയുന്നത്. ഈ പാവപ്പെട്ട
പാവപ്പെട്ട ആശാ വർക്കർമാർ അവിടെ കഞ്ഞി വെച്ച് സമരം നടത്തുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹരമായി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ സമരം 17ാം ദിവസവും വീണ്ടും തുടർന്നുകൊണ്ട് പോകേണ്ടി വരുന്നത്. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം, ഈ സമരത്തിനുള്ള എല്ലാ ഐക്യദാർഢ്യവും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KPCC ഇന്നലെ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സമരത്തിന് ഇവർക്ക് നീതിപൂർവം ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ സമരത്തിനോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നിങ്ങളുടെ ശ്രീ ഗോപിനാഥനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞത് സമരം നടത്തുക എന്ന് പറയുന്നത് മൗലിക അവകാശമാണെന്നാണ് പറഞ്ഞത്. ആ മൗലിക അവകാശമുള്ളത് CPM-ന് മാത്രമാണോ, CITU-വിന് മാത്രമാണോ? നിങ്ങൾ സമരം നടത്തുമ്പോൾ മാത്രമാണോ അത് മൗലിക അവകാശമായി മാറുന്നത്? വഴി തടഞ്ഞുകൊണ്ട് ആളുകളുടെ സഞ്ചാരത്തിന് മുടക്കം വരുത്തിക്കൊണ്ട് മാർഗതടസ്സം വരുത്തിക്കൊണ്ട് റോഡിൽ കസേരയിട്ട് സമരം ചെയ്തു. അതിനെ ചോദ്യം ചെയ്തിന് കോടതിയോട് പറയുകയാണ് ജുഡീഷ്യറി ചെയ്തത് ശരിയല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ സമരം ചെയ്യുവാനുള്ള അവകാശം CPM-നുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ തല്ലി സമരം നടത്തുമ്പോൾ ആശുപത്രിയിൽ പോയ ഓട്ടോക്കാരനെ തല്ലിച്ചതച്ചുകൊണ്ട് കാറ്റൂരി വിട്ടുകൊണ്ട് അങ്ങനെ പല വിധത്തിൽ സമരം ചെയ്തുകൊണ്ട് നിയമസഭയിൽ മേശയുടെ മുകളിൽ കയറി സമരം ചെയ്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഭരിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് എല്ലാ സമരങ്ങളോടും അസഹിഷ്ണുത കാണിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായ ആളുകൾ ഏത് സമരം ചെയ്താലും അവരെ ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ആശാ വർക്കർമാരുടെ സമരവും ഒരു പ്രത്യേകതരം സമരമാണെന്നാ പറയുന്നത്. ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. സാധാരണക്കാരുടെ സമരം കാണുമ്പോൾ എന്താണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ വിരളി പൂണ്ടുന്നത്? CITU-വിനെയും CPM-നെയും സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സമരങ്ങൾ അവര് വഴി ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ നീതിപൂർവമായ ഒരു സമരം ആശാ വർക്കർമാർക്ക് വേണ്ടി ചെയ്യുവാൻ CITU തയ്യാറാകുന്നില്ല. ശ്രീ ഗോപിനാഥ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ വ്യക്തമാണ് ശ്രീമതി ദീപ്തി ആ നിലപാട്. ഇവിടെ ശ്രീമതി എല്ലാ ബിന്ദു, ഇവിടെ ഇപ്പോ എങ്ങനെ ഈ സമരം പരിഹരിക്കാമെന്നൊരു പ്രശ്നമുണ്ടല്ലോ. നേരത്തെ ശ്രീ ഗോപിനാഥ് പറഞ്ഞത് ഞങ്ങൾ മരിച്ചാലേ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞാണ് സമരം ചെയ്യുന്നത്. സാധാരണ ഒരു സമരത്തിൽ തൊഴിലുടമയോടോ അല്ലെങ്കിൽ സർക്കാരിനോടോ ഒക്കെ ഒരു സമവായത്തിന്റെ പാത തൊഴിലാളി സംഘടനകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ലെന്നുള്ളതാണ് ആക്ഷേപം. ശരിയാണോ? അല്ല, അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് ഇതുവരെ ഒരു ഫോർമുല വെച്ചില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നമ്മളെ വിളിച്ചില്ലല്ലോ. നമ്മൾ സമരം തുടങ്ങി 5ാമത്തെ ദിവസം, അതായത് 15-ാം തീയതി മിനിസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് മിനിസ്റ്റർ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, ഇപ്പം നേരത്തെ CITU-വിൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ, അവരുടെ ആളുകൾ ചെന്നപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഇപ്പം പരിഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെന്നാണല്ലോ ശ്രീ ഗോപിനാഥൻ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളോടും പറഞ്ഞു ഈ സമരം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ച് പോകാനല്ല നമ്മൾ 5 ദിവസം ഇവിടെ ഈ രാത്രിയും പകലും ഇരുന്നത്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കണം. അപ്പോൾ ഒരു ഫോർമുല വെക്കട്ടെ, നമുക്ക് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും, എത്ര വെച്ച് സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റുമെന്നുള്ളൊരു ഫോർമുല വെക്കുമ്പോഴല്ലേ. പിന്നെ മറ്റൊന്ന്, നമ്മളുടെ കേരളത്തിൻ്റെ ജീവിത സാഹചര്യവും പശ്ചാത്തലവും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. ഇവിടെ ഏതൊരു തൊഴിൽ ചെയ്യുന്നവനാണെങ്കിലും അവൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, അത് ഏതറ്റം വരെയും പഠിപ്പിക്കും. അതിനുവേണ്ടി അവന് പണം വേണം. ആശാവർക്കർ ആയതുകൊണ്ട് അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പാടില്ലെന്നുണ്ടല്ലോ, ഇല്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് ഉള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. തമിഴ്നാടും കർണാടകവും ഡൽഹിയും അടക്കമുള്ള സ്റ്റേറ്റുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. ഇവർ മറ്റ് സ്റ്റേറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റിൽ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണ്ടേ? ഇവിടെ ആശാവർക്കർമാർ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് ഈ ദിവസം 232 രൂപ കിട്ടുന്നതിൽ നിന്ന് അതിലേറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ബസ് ഫെയറിന് വേണ്ടി, അല്ലെ പെട്രോളിനോ അല്ലെ ഓട്ടോ ചാർജിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. മറ്റ് സ്റ്റേറ്റിന് പറഞ്ഞ് കാണിച്ച് ഇപ്പോൾ ഉത്തർപ്രദേശിൽ 1500, ഇതൊക്കെ വെറും ബാലിശമായ വാദഗതികളാണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഡിമാൻഡുകൾ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ 7000 രൂപ കൊണ്ട് നികുതികൾ വർദ്ധിപ്പിക്കുന്നത് ആരാണ്? സർക്കാരാണ് വർദ്ധിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ആശയം ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഭൂനികുതി ഇരട്ടിയാക്കി, കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നു, വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു, ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരത്തിനെല്ലാം GST അടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ ബസ് ചാർജ് കൊടുത്താൽ പോലും നമ്മൾ 3-4 രൂപ സെസ് കൊടുക്കണം. അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് കൊള്ളയടിക്കുന്നത്. അത് ഈ 232 രൂപ, പിന്നെ മിച്ചം എന്ത് കാണും? അപ്പൊ അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി നമ്മൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നു, അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പരിഹരിക്കാനുള്ള ഒരു ഫോർമുല വെക്കണം, നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ ഈ സമരം പരിഹരിക്കാമെന്നുള്ളതും പ്രധാനമാണല്ലോ. ശ്രീ KN ഗോപിനാഥ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഒരു സമരത്തെ ചാപ്പകുത്തിയും അപഹസിച്ചു എന്നും ആ സമരത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നൊരു തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ.
ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കും, എങ്ങനെ അവസാനിപ്പിക്കണം? അതിൻ്റെ ആ നേതാക്കന്മാർക്ക് തന്നെ ഒരു പ്ലാനും പദ്ധതി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഒരു സമരത്തെ തൊഴിലാളികളെ കൊണ്ടുവന്ന് വലിച്ചഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്, എവിടെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതിൽ അവരുടെ കൈവെള്ളയിൽ തന്നെ ഇത് നിൽക്കണം. അപ്പോൾ അവരുടെ കൈവെള്ളയിൽ നിൽക്കുന്നതല്ല സ്ഥിതി. ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ അജണ്ടയായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുകയാണെന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അഭിലാഷ് സോമനോട് ചോദിച്ച അതേ ചോദ്യം കോൺഗ്രസ് നേതാവായിട്ടുള്ള ദീപ്തിയോട് ചോദിക്കേണ്ടതാണ്. ദീപ്തി ഇപ്പോൾ ഇവിടുന്ന് ആശാവർക്കർമാർക്ക് വേണ്ടി കരയുന്നുണ്ട്. ഭയങ്കരമായ കരച്ചിലാണ്, നല്ല കരച്ചിലാണ്. യഥാർത്ഥത്തിൽ ധാർമ്മികമായി ഇങ്ങനെ ഇവർക്ക് വേണ്ടി പറയാനുള്ള അവകാശം കോൺഗ്രസിൻ്റെ പാർട്ടിക്ക് ഉണ്ടോ? വാസ്തവത്തിൽ കോൺഗ്രസ് ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് VS ശിവകുമാർ ഇരിക്കുന്ന സന്ദർഭത്തിൽ നടന്ന കോലാഹലങ്ങൾ അറിയാമല്ലോ. അന്ന് CITU അടക്കം ശക്തമായ സമരത്തിലേക്ക് വന്നതാ. ആശാവർക്കർമാരെ വെറും ആക്ടിവിസ്റ്റുകളാക്കി ഇൻസെൻറ്റീവ് മാത്രം കൊടുത്ത് BJP നേതാവ് പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സന്ദർഭത്തിൽ കേരളത്തിലെ VS ഗവൺമെൻറ്റാണ് 2006-ൽ അവർക്ക് 500 രൂപയും 300 രൂപയും വെച്ച് തുടങ്ങിയിട്ട് പിന്നെ ഓരോ ഗവൺമെൻറ്റുകൾ 7000 രൂപയിലേക്ക് എത്തിയത്. 7000 വലിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ 700 രൂപയാണ് കോൺഗ്രസ് കൊടുത്തിട്ടുള്ള ആനുകൂല്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അവകാശം ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? കർണാടകത്തേക്ക് 5000 രൂപ കൊടുക്കണുള്ളൂ. കോൺഗ്രസ് ഗവൺമെൻറ്റല്ലേ അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം പറയുമ്പോൾ വിഷമമുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ആശാവർക്കർമാരോ ഇപ്പോൾ അവിടെ സമരം നടത്തുന്ന സംഘടനയോ വിചാരിച്ചാൽ ഈ പ്രശ്നം തീരില്ല. കോൺഗ്രസ് അടക്കം വിചാരിക്കണം. കാരണം അവരെല്ലാ തരത്തിലും വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കുട്ടോ അല്ലേ കഴിഞ്ഞ തവണ പറഞ്ഞത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഈ ഗവൺമെന്റിനെതിരായി ശക്തമായ അടുത്ത ഘട്ട സമരത്തിന്റെ തുടക്കമായിരിക്കും എന്ന് പറയുന്നത്. ഞങ്ങൾ വെറുതെ അല്ല ഇതിനെ മഴവിൽ സഖ്യം എന്ന് പറഞ്ഞത്. ഇതിനെ മഴവിൽ സഖ്യം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പ്രതിപക്ഷത്തിൽ നിൽക്കുകയല്ലേ. ഒരു നയാ പൈസ ശരി. ഇതേപോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെതിരായി ചുണ്ണാമ്പ് തൊട്ടൊരു കാലഘട്ടം ഇതേ മുമ്പുണ്ടായിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോ ഇപ്പോഴാണ് ആ കാലഘട്ടം വന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഗവൺമെന്റ് നമുക്ക് അവസാനിപ്പിക്കാം. ആരും തടസ്സമല്ല. ചർച്ചയ്ക്ക് ചെന്ന് പരിഹാരം ഉണ്ടാക്കാൻ അവർ പരിശ്രമിക്കുക. ശരി, ഓക്കെ. ശ്രീമതി റോസമ്മ, എങ്ങനെ പരിഹരിക്കാം? സർക്കാർ എന്ത് ചെയ്താൽ ഈ സമരം അവസാനിപ്പിക്കും? അതിലൊരു കോൺക്രീറ്റ് ആയി സമരസമിതിക്ക് ഒരു ഉത്തരവുണ്ടോ? സർക്കാർ കൃത്യമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് ഒരു പരിഹാരം കണ്ടെത്തി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സമരമുഖത്തു നിന്നും പിന്മാറാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ തീർത്തും ന്യായമാണെന്ന് കേരള പൊതുസമൂഹത്തിനറിയാം. ഞങ്ങൾ ആശമാരുടെ അടിസ്ഥാന ശമ്പളം മെച്ചപ്പെടുത്തി ഇൻസെൻറ്റീവും ഓണറേറിയവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പ്രതിമാസം 700 രൂപ ഒരു തൊഴിലാളിക്ക് വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾക്ക് 21,000 രൂപ തരിക. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ 62 വയസ്സിൽ ഞങ്ങളെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന ഉത്തരവ് ഈ സർക്കാരാണ് ഉണ്ടാക്കിയത്. അന്ന് ഞങ്ങൾ ഈ സംഘടനയുടെ കീഴിൽ അന്ന് CIT യൂണിയൻ മിണ്ടിയിട്ടില്ല. ഈ പറയപ്പെട്ട സഖാവിൻ്റെ യൂണിയൻ മിണ്ടിയിട്ടില്ല. ആ 62 വയസ്സിലെ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ NRHM ഓഫീസിന് മുൻപിൽ സമരം നടത്തി. അതിൻ്റെ ഫലമായിട്ട് ശ്രീമതി വീണ ജോർജ് അവറുകൾ അത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ വെറും കൈയോടെ പറഞ്ഞയക്കാനാണ് നിന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ രാജ്യത്തൊരു തൊഴിലാളി നിയമമുണ്ട്. മന്ത്രിയുടെ PA 2.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ മേടിക്കുന്ന രാജ്യമാണിത്. അവിടെ ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ തന്നുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട് പരിഹരിക്കണം. വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യം കൂട്ടണം. ഒരു മിനിറ്റിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത്, ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ 3 മാസത്തെ കുടിശ്ശിക വന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണല്ലോ ഇവർ തെരുവിലിരിക്കേണ്ടി വന്നത്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ, ഫണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാർ എന്തുകൊണ്ട് അന്ന് തന്നെ 3 മാസത്തിന് മുമ്പ് തന്നെ കേന്ദ്രത്തിനോട് സമരം പ്രഖ്യാപിച്ചില്ല? ഇവർ ഒറ്റയ്ക്ക് സമരത്തിന് വന്നിരിക്കേണ്ട ഗതികേട് അതുകൊണ്ടാണല്ലോ വന്നത്. 2, ഇപ്പോൾ നമ്മൾ ഈ സമരത്തിനോട് എടുക്കുന്ന നിലപാടുകൾ തീർച്ചയായിട്ടും പ്രധാനമാണ്. നിങ്ങൾ വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ഞാനൊരു ഒരു വിഷയത്തിൻ്റെ എക്സ്പേർട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം എന്നുള്ള രീതിയിലാണ് ഒരു ഭൂഷണം ഉണ്ടായിരുന്നത്. അത് സർക്കാർ എനിക്ക് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു പട്ടം ചാർത്തി തന്നു. സമ്പൂർണ്ണ മനസ്സാലെ ഞാൻ ആ പട്ടം സ്വീകരിച്ച് ഇന്ന് മുതൽ സമ്പൂർണ്ണമായിട്ട് ഞാൻ ആക്ടിവിസ്റ്റ് ആയിരിക്കുന്നു. ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുമ്പോൾ നമ്മൾ ഉണരുന്നു എന്ന് പണ്ട് MN വിജയൻ പറഞ്ഞത് 2-3 പതിറ്റാണ്ട് മുമ്പാണ്. ഇത് ഒരു രാഷ്ട്രീയ സമരമല്ല, ഇതൊരു അതിജീവന സമരമാണ്. ഈ അതിജീവന സമരം വിജയിക്കുക എന്നുള്ളത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ആവശ്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം ഈ സമരപ്പന്തലിൽ നിന്ന് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.